നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളിൻ. ചെമ്പട ഇത് ചെമ്പട, ശൈലജയുടെ ചെമ്പട. ചെമ്പല്ല ഉണ്ടാവ്, കൂടുതലൊന്നും പറയിക്കില്ല കേട്ടോ. A few moments later. മിണ്ടണ്ടാന്ന് വെക്കുമ്പം യവന്മാര് സമ്മതിക്കൂല. മുണ്ടും പൊക്കി ചെമ്പട വിളിക്കാൻ പോയിട്ട് അണ്ണാക്കിലെ പിരിവെട്ടുന്ന മറുപടി കിട്ടിയല്ലോ അല്ലേ? സന്തോഷമായില്ല എനിക്കൊക്കെ. വടകരയിൽ ശൈലജയുടെ ചെമ്പടയെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. ഷാഫിയുടെ പിള്ളേര് ചെമ്പ് തലയിൽ ചുമന്ന് ലവന്മാരെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഏവനേലും കണ്ടാൽ ഈ ചെമ്പ് അവിടെ ഇറക്കി വെക്കുന്നതായിരിക്കും, വന്ന് സ്വീകരിക്കുക. അങ്ങനെ ചെമ്പട ഇത് ചെമ്പട, പിണറായിയുടെ ബിരിയാണി ചെമ്പട. നല്ല കാര്യം ഉണ്ടായിരുന്നോ? ശൈലജയുടെ ചെമ്പട പറഞ്ഞ് മുഖ്യന്റെ ബിരിയാണി ചെമ്പ് കുത്തി പൊക്കിയേക്കുവായി ട്രോളന്മാരെല്ലാം കൂടെ. അതിനുള്ള വക ഇട്ട് കൊടുത്തതാരാ? യവന്മാര് തന്നെ. ഇതിലും ഗതികെട്ടവന്മാർ ലോകത്ത് വേറെ ഉണ്ടോ എന്റെ പൊന്നു കർത്താവ്? ഇത് എനിക്കതല്ല, വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ സീസറമ്മയുടെ അവസ്ഥ. തോൽപ്പിച്ചതാ, കൂടെയുള്ളവന്മാരെല്ലാം കൂടി എന്നെ തോൽപ്പിച്ചതാ. ഉഗ്രേഷികളും അടിമേഷികളും റീത്തേഷികളും വന്നു കയറി ഉള്ള വോട്ടും കൂടി കളഞ്ഞു. യവന്മാരുടെയൊക്കെ തല പിണറായിയും. എനിക്കതറിയാം. കേസ് കൊടുക്കണം പിള്ളേച്ച. അല്ല സീസറമ്മേ. നിസ്സാരം. ശൈലജ വടകര എടുക്കും. നിസ്സാരം. ശൈലജയെ കൊണ്ട് ഇത് പറ്റും. നിസ്സാരം. എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ അനാവശ്യ പ്രോത്സാഹനം തന്ന് സീസറമ്മയെ പലതവണ കുഴിയിൽ ചാടിച്ചിട്ടുണ്ട് ഗോവിന്ദൻ. വടകര എടുക്കാൻ ഞാൻ മാത്രം വിചാരിച്ച മതിയോടെ ഇത് കൂടെ ഉള്ളവന്മാരുടെ വിചാരിക്കണ്ടെന്ന് സീസറമ്മയുടെ രോദനം. അപ്പോഴേ സീസറമ്മ പറഞ്ഞതാ, ഞാനില്ല മത്സരിക്കാൻ, ഞാനില്ലെന്ന്. പറ്റൂല, പിണറായി ഉന്തി തള്ളി വിട്ടതല്ലേ ഇത്. നമുക്കറിയാം മുഖ്യം. ജയിച്ചാൽ ഡൽഹിക്ക് വനവാസത്തിന് വിടാം, തോറ്റാൽ ഇനി മത്സരിക്കാൻ സീറ്റ് കൊടുക്കാതെ ഒതുക്കാം. അതുവഴി മരുമോന് മുഖ്യൻ കസേരയ്ക്ക് വേണ്ടി ഒരു കളി. കൊച്ചു ഗള്ള മുഖ്യ, അമ്മക്കറിഞ്ഞൂടെ അങ്ങടെ കുരുട്ട് ബുദ്ധി. സത്യത്തിൽ സീസറമ്മ തോറ്റിട്ടില്ല സുഹൃത്തുക്കളെ, തോറ്റിട്ടില്ല. ഡൽഹിയിലേക്ക് നാട് കടത്താനുള്ള പിണറായിയുടെ തിട്ടൂരത്തിന് മുന്നിൽ പൊരുതി ജയിച്ചു കയറിയില്ലേ സീസറമ്മ. വിപ്ലവ അഭിവാദ്യം സീസറമ്മേ. പാവ ടീച്ചറമ്മ മൂലയിലും കണ്ടിരുന്നാണ്. യവന്മാരെല്ലാം കൂടെ ഉന്തി തള്ളി ആ വടകരയിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് യവന്മാർ പാനൂരിൽ ബോംബ് പൊട്ടിച്ചു. അത് സീസറമ്മയുടെ മൂട്ടിലായിപ്പോയി. പിന്നെ യവന്മാരെല്ലാം കൂടെ കാഫിർ പ്രയോഗം നടത്തി. അതും സീസറമ്മയുടെ നെഞ്ചത്തിട്ട് കൊണ്ടും. അങ്ങനെ തോപ്പിക്കാനുള്ള വക ഇവന്മാർ തന്നെ ഇട്ടുകൊടുത്തു. എന്നിട്ട് അവസാനം ഇപ്പം തോറ്റപ്പോഴോ അയ്യോ ഞങ്ങളുടെ സീസറമ്മയെന്നും പറഞ്ഞുകൊണ്ട് കരച്ചില്. കാരണം ഉണ്ടോടാ എനിക്കൊക്കെ. തോപ്പിച്ചതും പോരാ, കൊണ്ടു നിർത്തി തോപ്പിച്ചു. അതാണ് നമുക്ക് പറയാനുള്ളത്. അവിടെ കൊണ്ടു നിർത്തി തോപ്പിച്ചു. നിർത്തി അങ്ങ് അപമാനിച്ചില്ലേടെ. എന്നിട്ട് വേണ്ടിയിട്ട് ഇപ്പം കണ്ണീരൊഴുക്കുന്നു. വടകര ഞങ്ങളിങ്ങ് എടുക്കും. എടുത്ത ക്ഷീണത്തിൽ നടുവെട്ടി AKGയിൽ കിടപ്പുണ്ട് ഗോവിന്ദൻ. ബാലമാമൻ പിണ്ടതായിൽ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക വിത്ത് ഏഴിമല പൂഞ്ചോല സോങ്. ക്ഷീണം കാണും. ഇനി അങ്ങോട്ട് മെഴുകാനുള്ളതല്ലേ, രാപകലില്ലാതെ പണിയെടുക്കേണ്ടി വരും. ക്യാപ്സൂളുകൾ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. UDFന് വോട്ട് കുറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ ഒരു സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്. അതിപ്പോൾ ആലപ്പുഴ ആണേലും കൊള്ളാം, അങ്ങ് ആലത്തൂരാണേലും കൊള്ളാം. ആലപ്പുഴയിലില്ലെങ്കിൽ അങ്ങ് ആലത്തൂർ പിടിക്കുവാടാ ഞങ്ങൾ. അതാണ് ഞങ്ങൾ. UDFന് സീറ്റ് നഷ്ടപ്പെട്ടില്ലേ. പക്ഷേ ആറ്റിങ്ങലിൽ വി ജോയിയുടേത് ജയിച്ച തോൽവി. എന്തോന്ന സഖാവേ അത്? ആറ്റിങ്ങലിൽ ജോയിയുടേത് ജയിച്ച തോൽവി അല്ല, അതെന്തോന്ന് സാധനമാണത്? എനിക്കറിയാൻ പാടില്ല. കേട്ടാൽ നല്ല വെയിറ്റ് ഇല്ലേ സംഭവം. അതാ വെച്ചങ്ങ് വീഴ്ചയത്. ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവം പോലെ ഒരു സാധനം. ചോദ്യം ഇങ്ങോട്ടൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറയുന്നത് അങ്ങോട്ടങ്ങ് കേട്ടാൽ മതി. ഒരാൾക്ക് കണ്ടുപിടിക്കാൻ ഞാൻ പെടുന്ന പെടാപ്പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ നടക്കുന്നു. എന്നാലും ജയിച്ച തോൽവി എന്നൊക്കെ പറയാൻ ലോക തോൽവികൾക്കേ പറ്റുള്ളൂ സഖാവ് കേട്ടോ. നിങ്ങളെ സമ്മതിക്കണം. പാർട്ടി സെക്രട്ടറിക്കുള്ള എല്ലാ യോഗ്യതയും നിങ്ങളിലുണ്ട്. ഇങ്ങനെയൊക്കെ പറയാമോ? തെരഞ്ഞെടുപ്പിൽ തോൽക്കൂലേ, ജയിക്കാനായി തോൽക്കൂലേ, തോറ്റ് ജയിച്ചില്ലേ, ഇന്ത്യയിൽ നമ്മൾ ഒന്നല്ലേ, ഒന്നും രണ്ടല്ലേ, കനലൊന്നായി നിന്നില്ലേ, നമ്മളിനിയും കാണണ്ടേ, ഇടതുവശത്ത് ഉണ്ടല്ലോ, ഇനിയും ഉണ്ടല്ലോ, ജയിച്ച തോൽവി കണ്ടില്ലേ, സിറ്റിംഗ് സീറ്റ് പോയില്ലേ, പൊരിഞ്ഞ പോര് കണ്ടില്ലേ. ഇങ്ങനെയൊക്കെ പറയാമോ? എന്ത് തേങ്ങയാടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ആ തമ്പുരാനറിയാം. എന്നും ഇങ്ങനെ ഓരോ അബോധാവസ്ഥയിൽ അങ്ങ് പോകുന്നു. ഗോവിന്ദനും ഭ്രാന്തായി, ഗോവിന്ദന്റെ അണികൾക്കും ഭ്രാന്തായി. ഇനി പിടിച്ചാ കിട്ടൂല, പിടിച്ചാ കിട്ടൂല. ഇനിയും ഇതുപോലത്തെ ജയിച്ച ഒരുപാട് തോൽവികളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. നമുക്ക് സംസാരിക്കാം. അപ്പൊ കാണാം.